തങ്ങളടുത്ത് എന്തു പ്രശ്നം പറയാ, സോഫ്റ്റാണ്. ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞല്ലോ, എനിക്കൊറെ ഇഷ്ടമല്ല. ഒരു സ്വഹാബി വനിത വന്നിട്ട് പറയാണ്, എൻ്റെ ഭർത്താവിന് എനിക്ക് ഇഷ്ടമല്ല. തങ്ങളൊന്ന് പറയാം, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം 4-5 സ്വഹാബിമാരുടെ കൂടെ ഓറ് വരുമ്പോൾ മറ്റു പുരുഷന്മാരെ കണ്ടിട്ടുള്ളൊരു വൃത്തി എൻ്റെ ഭർത്താവിനില്ല. എനിക്കത് മനസ്സിൽ തറച്ചു, എനിക്ക് പിടിക്കണില്ല. അത്ര 2-3 പ്രശ്നം മുമ്പ് തങ്ങളോട് ഇതേപോലെ പറഞ്ഞിട്ട് ആനങ്ങാണ്ട വാർത്ത അങ്ങനെ ആട്ടി ഓടിച്ചിനൊക്കെ പറയൂലോ. അങ്ങനെ ഒന്നും ഇല്ലല്ലോ തങ്ങൾക്ക്. എന്തും പറയാം തങ്ങൾ, എന്തും ഒപ്പണം, എന്തും പറയാം. അവിടെ പോയിട്ട് ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നിട്ടില്ലേ, ഞാൻ എല്ലാ തെറ്റും ഒഴിവാക്കാം, പക്ഷെ വ്യഭിചാരം ഒഴിവാക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താ അറിയാം? അടുക്കളന്റെ വേക്കിലേക്ക് കൂടി ഒരു പെണ്ണിനെ പോയിട്ട് വ്യഭിചരിക്കുന്നല്ല പറയണത്. ഔക്കാഫിന്റെ തസ്രീഹ് ഔക്കാഫ് അംഗീകരിച്ച് തരണം എന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ആ സ്വഹാബിന്റെ എല്ലാം ഒരു ആലോചന. ഞാൻ എല്ലാ തെറ്റും ഒഴിവാക്കാം, ചുളിവിൽ വ്യഭിചരിക്കോട്ടോ, അങ്ങനെയല്ല പറയണത്. തങ്ങൾ അതിന് സമ്മതം തരണം. ഇതാ രേഖ മൊത്തം, പാസ്പോർട്ട് കോപ്പി, വിസ എല്ലാം ഉണ്ട്. സ്വഹാബത്ത് ബാക്കിയുള്ളവരുടെ കൈ തെരിക്കാതിരിക്കോ? താങ്കൾ പറഞ്ഞു, മോനുവാ, മോൻ വീട്ടിൽ പോകുമ്പോൾ മോൻ്റെ പങ്ങളാരും വ്യഭിചരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി അതേ ഹദീസിന് തന്നെ വേറൊരു ആശയം കൂടിയുണ്ട്. സൈക്കോളജിക്കൽ മൂവ്മെൻ്റാണ് ആദ്യം നടത്തിയത്. മോനും മോൻ്റെ പങ്ങളെ വ്യഭിചരിക്കും? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ വേറെ ആരുടെയെങ്കിലും പെങ്ങളെ ആയിരിക്കുമല്ലോ മോൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സ്വഹാബിക്ക് ആ ഒരു കാമത്തിൻ്റെ ഒരു താല്പര്യം മെല്ലെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് നെഞ്ച് തടവിയിട്ട് 3 ദുആ നടത്തി. അല്ലാഹുമ്മ തഹിർ ഖൽബ, ഈ മോൻ്റെ ഖൽബൊന്ന് ശുദ്ധിയായി കൊടുക്കണേ. വഗ്ഫിർ ദംബ, തെറ്റ് പുറത്തു കൊടുക്കണേ. വഹസ്സിൻ ഫർജ, രഹസ്യഭാഗം നന്നാക്കണേ. പിന്നെ ഈ സ്വഹാബി ജീവിതത്തിൽ എന്താ പറയാൻ നോക്കണേ, ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ല എന്നല്ല, ഒരന്യ പെണ്ണിനെ മരണം വരെ നോക്കിയിട്ടില്ല. ബിബർക്കത്ത് റസൂലില്ലാഹി ഖാന അർഫഖന, എന്തും പറയാതാണ്.